11 ദിവസമായിട്ടും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായില്ല. ഡ്രോൺ ഉപയോഗിച്ചും സ്കൂബ സംഘത്തിന്റെ സഹായത്തോടെയുമാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുക. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനായി ഇന്ന് നേവിയുടെ സഹായത്തോടെയും തിരച്ചിൽ നടക്കും. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനായി രാമേശ്വരം ഭാഗത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കാൻ നീക്കമുണ്ട്. നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടി 8 മണിക്ക് ശേഷം നേവിയുടെ തിരച്ചിൽ പുനരാരംഭിക്കും. ഫിഷറീസ് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൻ ഉന്നയിക്കുന്നത്. ജോൺ സഞ്ചരിച്ച ബോട്ട് പോലും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് ജിനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോസ്റ്റ് ഗാർഡ് കാര്യക്ഷമമായി തിരച്ചിൽ നടത്തിയില്ലെന്ന് ജോണിന്റെ സുഹൃത്തും റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം പ്രതികരണം. ഒരൊറ്റ കാര്യത്തിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാണ്, ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ഉന്നയിച്ചു. അതിനുത്തരം ഇവിടെ വന്നത് വനവകുപ്പ് മന്ത്രിയാണ്. വനവകുപ്പ് മന്ത്രി അത് ശരിയാണെന്ന്, പുള്ളിക്ക് കടലുമായിട്ട് ബന്ധമുള്ള ആളാണ്. 2 വേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കടലിൽ പണിക്ക് പോകുന്നവന് അവിടെ ഇരുന്ന് ഒരാളെ ബന്ധപ്പെടാൻ എപ്പോഴും പറ്റും. ഇല്ലെങ്കിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. ആ സംഭവം എവിടെയാണ്? ഇതുവരെ ഞങ്ങളുടെ പപ്പയും മറ്റും പോയ വെള്ളം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അത് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. ആ ട്രാക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കുമോ? ഈ ഒഴുക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യണം. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സംഭവിച്ച 16 മൈലേജാണ്. അന്നത്തെ ഒഴുക്ക് തെക്ക് ഉള്ളിലോട്ടാണ്. അപ്പോൾ ഈ ഒഴുക്കിനനുസരിച്ച് ഇത് പോകുന്നത് ഉള്ളിലോട്ടാണ് പോകും. ഇവർ 6 മൈലേജിൽ പോയിട്ട് ഇവർ കരയ്ക്കുമെന്ന് കഴിഞ്ഞാൽ ബോഡി എങ്ങനെ കിട്ടും? ഇവർ പോകുന്നത് ഇവരെ എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ ആരെയും ബോട്ടിൽ കയറ്റുന്നില്ല. കരയുള്ള ഓഫീസർമാരെ കയറ്റിക്കൊണ്ടുവന്നു. അവർ രണ്ടുപേരും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ബോട്ട് കരയ്ക്ക് വന്നു. കാരണം അവരെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തുന്നില്ല. 16 മൈലേജ് വെച്ച് സംഭവിച്ച ആളിനെ തിരക്കി പോണത് 6 മൈലേജിൽ. അവിടുത്തെ ഒഴുക്കനുസരിച്ച് അത് 20 മൈലേജ് കഴിഞ്ഞ് പോകും. അപ്പോൾ ആ സ്ഥലത്ത് പോകണമെങ്കിൽ മത്സ്യത്തൊഴിലാളിയെ കൊണ്ടുപോയാലേ അവർക്ക് ഒഴുക്കനുസരിച്ച് പോകാൻ പറ്റും. ഇവരങ്ങനെ ഒന്നും പോകുന്നില്ല. ഇവർക്ക് തോന്നുന്നിടത്ത് പോകുന്നു, കുറേ ഡീസൽ കളയുന്നു, വീട്ടിലോട്ട് വരുന്നു. ഇവർ തിരച്ചിലിൽ പോകുന്നെന്ന് പറഞ്ഞു. പോകുന്നതിന് പൊസിഷൻ സ്ഥലത്തൊന്നും പോകുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ കൂടെ നിങ്ങൾ കയറ്റി കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പ്രതിഫലം ഒന്നും വേണ്ട. ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ കടലിൽ കിടക്കുന്നത്. ആ ഒരു ബോഡിക്ക് ഞങ്ങൾക്ക് വിലയില്ലേ? ഇതിനിടെ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് അരുൺ സോളമനും മുതലപ്പുഴയിൽ നിന്ന് സാന്ത്വന സജുവും നീണ്ടകരയിൽ നിന്ന് AB ജയശങ്കറും തത്സമയം ചേരും. ആദ്യം നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം. അവിടെ അരുൺ സോളമനുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വന ഗുഡ് മോർണിംഗ്. AB ജയശങ്കർ ഗുഡ് മോർണിംഗ്. എന്താണ് തീരത്ത് നിന്ന് ഇന്ന് നമ്മൾ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ടോ? വീട്ടുകാർ കാത്തിരിപ്പാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇന്നലെയും വിഴിഞ്ഞത്ത് നിന്നുള്ളൊരു ആക്ഷേപം നമ്മൾ കേട്ടു. എവിടെയാണ് ജോണിന്റെ ബോട്ട് അപകടത്തിൽപ്പെട്ടത് എന്നതുപോലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ജോണിന്റെ മകനാണ്. പറഞ്ഞത് വളരെ കൃത്യവുമാണ്. 18 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് ഒരു ബോട്ട് പോയി മറിഞ്ഞിട്ട് ആ ബോട്ട് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ട ഈ നിമിഷം വരെയും കഴിഞ്ഞിട്ടില്ല. 10-11 ദിവസമായി. ഇനി എങ്ങനെ കിട്ടും, ഏത് രൂപത്തിൽ കിട്ടും എന്നൊന്നും നമുക്ക് പറയാനാവാത്ത സാഹചര്യമാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി വന്ന് കണക്കെടുപ്പ് നടത്തുന്നത്. അതൊക്കെ വലിയ വിമർശനം തീരമേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീരമേഖലയിലേക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ എന്താണ് അരുൺ സോളമൻ ഇന്ന് വിഴിഞ്ഞത്ത് സംഭവിക്കുക? തിരച്ചിൽ രാമേശ്വരം ഭാഗത്തേക്ക് നീട്ടുമെന്ന് കേൾക്കുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അതായിരുന്നു ആ കുടുംബത്തിന്റെ തുടക്കം മുതലുള്ള ആവശ്യം. അത് ജില്ലാ കളക്ടറോട് വ്യക്തമാക്കിയതാണ്. പക്ഷേ അത് അറിയാനായിട്ട് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ ഏറെ വൈകി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് കുടുംബത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ചെന്നൈ കോസ്റ്റ് ഗാർഡിനോട് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി തേടിയിരിക്കുകയാണ്. പക്ഷേ 2 ദിവസം പിന്നിട്ടു, ഇതുവരെയും മേൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അതായത് രാമേശ്വരം ഭാഗത്തേക്ക് തിരച്ചിൽ നടത്താനായിട്ടുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സമാനമായിട്ടുള്ള തിരച്ചിലാണ് ജോണിന് വേണ്ടിയിട്ട് ഇന്നും നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അനഗാണ് കഴിഞ്ഞ 72 മണിക്കൂറായിട്ട് കന്യാകുമാരി തീരം, ഈ തമിഴ്നാട് തീരം അടക്കമുള്ള ഭാഗങ്ങൾ, കുളച്ചിൽ മേഖല അടക്കം ഇപ്പോൾ തിരച്ചിൽ നടത്തി വരുന്നത്. മറ്റൊന്ന്, ഈ ഫിഷറീസിന്റെ വള്ളം ധീരയും നിലവിൽ നിന്നിപ്പോൾ രാവിലെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് കോസ്റ്റ് ഗാർഡിന്റെ മറ്റ് 2 IP കൂടി ഉണ്ട്. ഈ IPS കൂടി ഇറങ്ങുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് തിരച്ചിലുകളൊന്നും തന്നെ നിലവിൽ പുരോഗമിച്ചിട്ടില്ല. ഇതിൽ ഏറെ കടുത്ത അതൃപ്തിയും കുടുംബത്തിനുണ്ട്. ഇപ്പോൾ ഉള്ളത് മുതലപ്പുഴയിലാണ്. മുതലപ്പുഴയിൽ നിന്ന് കാണാൻ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിലും ഇന്ന് കൂടുതൽ ശക്തമാക്കുമെന്ന് അറിയുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കുടുംബം. എത്രത്തോളം പരാതി പറഞ്ഞു ഷിജിന് കുടുംബം പറയുന്നത്? എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അച്ഛൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ആ ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. മുതലപ്പുഴയിൽ നിന്ന് സാന്ത്വന നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വനിപ്പിക്കാൻ ഒരു വാക്ക് പോലും സർക്കാരിൻ്റെ കയ്യിലില്ല.
കൂടി നിൽക്കുന്നവരുടെ കയ്യിലില്ല. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എന്ത് ചോദിച്ചാലും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഒരൊറ്റ ഉത്തരം മാത്രമാണ്. ഇന്ന് ഉന്നതതല യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താണ് കുടുംബം പറയുന്നത്? ഇന്നെങ്ങനെയാണ് തെരച്ചിൽ മുതലപ്പുഴയിൽ നടക്കുക? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2 ദിവസം ശനിയും ഞായറും നമ്മൾ കണ്ടു സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി നോക്കി. പക്ഷേ കടലാഴങ്ങളിൽ നിന്ന് ഒരു സൂചന പോലും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ആ 2 പിഞ്ചു മക്കളുമായി കുഞ്ഞുങ്ങളുടെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അരുൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിൽ തന്നെയാണ്. ഇതുവരെയും രാവിലെ ഇപ്പോൾ തിരച്ചിലൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ നേവിയുടെ തിരച്ചിൽ ഉണ്ടാകും എന്നുള്ള കാര്യമായിരുന്നു ഫിഷറീസ് വകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നത്. ഇന്നലെ ഇവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തിയപ്പോഴും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി തന്നെ നീണ്ടകരയിൽ എത്തിയ INS കൽപ്പേനി കപ്പലും അതുപോലെ തന്നെ ഈ നേവിയുടെ പ്രത്യേക മുങ്ങൽ വിദഗ്ധരും സ്കൂബ സംഘവും വൈകുന്നേരത്തോ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി തന്നെ മുതലപ്പുഴയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അവരിവിടെ എത്തിയിട്ടും കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തിരച്ചിൽ നടത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് കളക്ടർ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് ഇന്ന് രാത്രി ഇതിവിടെ ആങ്കർ ചെയ്യും, എന്നിട്ട് ഇന്ന് പുലർച്ചെ മുതൽക്ക് തന്നെ ഇവിടെ തന്നെ തിരച്ചിൽ നടത്തും എന്നുള്ള കാര്യമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി കടൽ വലിയ പ്രക്ഷുബ്ധമാണ്, അതുകൊണ്ട് തിരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് നേവി സംഘം അറിയിച്ചതിന് പിന്നാലെ തന്നെ INS കൽപ്പേനി ഇവിടെ നിന്ന് എന്തായാലും മടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ എന്തായാലും നേവിയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് അരുൺ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം, ഇതിപ്പോൾ കോസ്റ്റൽ പോലീസിന്റെ തിരച്ചിൽ നടത്തുന്ന സംഘമാണ് ഈ സൈഡിലായി കാണുന്നത്. ജലറാണി കപ്പലാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ചെറുവള്ളങ്ങളിലും ഒക്കെ തന്നെയും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഈ ഡോണിയർ വിമാനമടക്കം ഉപയോഗിച്ചുകൊണ്ട് ഏരിയൽ സെർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു സൂചനയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അരുൺ. നമ്മൾ ഈ കാണുന്ന ഈ വള്ളങ്ങൾ കയറി വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് അരുൺ ഈ ഷിജിൻ ഉൾപ്പെടെയുള്ള സംഘം അപകടത്തിൽപ്പെടുന്നത്. അന്ന് മുതൽക്ക് തന്നെ കുടുംബത്തിന്റെ പ്രധാന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പുലിമുട്ടുകൾ ഇടയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ, അതിനുള്ളിൽ ഒരു പരിശോധന നടത്തണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇന്നലെ രാവിലെ സ്കൂബ സംഘമൊക്കെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ പറയുന്നത് അവർക്ക് കടലിനടിയിലേക്ക് പോകുമ്പോൾ വിസിബിലിറ്റി തീരെ കുറവാണ്, കാരണം മണ്ണ് പൊങ്ങി വരുന്നു, അതുകൊണ്ട് കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അതും പരാജയപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ എന്താ എന്നുള്ള ചോദ്യം മാത്രമാണ് അരുൺ മുന്നിൽ നിൽക്കുന്നത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ട്. പക്ഷേ ഈ യോഗം ചേർന്നിട്ടും എന്ത് മറുപടി ഈ കുടുംബത്തിന് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് അരുൺ നമുക്ക് മുന്നിൽ. അതേ കാര്യം തന്നെയാണ്. താങ്ക് യു സന്ദന.